എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ശരിക്ക് ഈ ഇസ്രായേലിൻ്റെ മിസൈലിനേക്കാളും ശക്തമായ വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ അങ്ങനെ നടക്കും. അടിയും ബഹളമൊന്നുമല്ല, അതിലേറെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാലത്തും മറക്കാത്ത വാക്കുകളൊക്കെ അങ്ങനെ പറയും. കുടുംബങ്ങളൊക്കെ അല്ലിച്ചില്ലിയാകുന്നതും ആത്മഹത്യയിലേക്ക് എത്തുന്നതും ബന്ധവിച്ഛേദം നടക്കുന്നതൊക്കെ അതിൽ തന്നെയാണ്. അപ്പം നാവിനൊരു നിയന്ത്രണം എല്ലാവർക്കും വേണ്ടതാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിക്ക് അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പരിമിതികൾ അതിങ്ങനെ പരസ്പരം ആക്ഷേപമായി ഉന്നയിക്കുന്നതിന് പകരം അവരുടെ ശരീരത്തിൻ്റെ നന്മകൾ, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ വശങ്ങൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ശരിക്കും എടുത്തു പറയുകയും സൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ അത് പരസ്പരം ഒരു ബഹുമാനം കൂടാൻ അസ്ലിലെ ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ ശരിക്കും. ദാമ്പത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം മനോഹരമായ സൊല്യൂഷൻസ് പറഞ്ഞാരുമില്ല. ഇൻ കരിഹ മിൻഹ ഖുലുഖുൻ റളിയ മിൻഹ ഉഖ്റ. നിനക്ക് അവളിൽ നിന്ന് മോശകരമായൊരു അനുഭവം ഉണ്ടായാൽ നിനക്ക് സന്തോഷകരമായ വേറൊന്നുണ്ട്. ആ സന്തോഷകരമായതിൽ നീ മനസ്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മറ്റേത് നീ പൊറുക്കുക. അത് ആണിനോടും പെണ്ണിനോടും ഉള്ളതാണ്. ഭാര്യമാരുടെ കാര്യത്തിലാണത് പറഞ്ഞതെങ്കിലും തിരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ ബാധകമായതാണ്. ആ ഒരു പോളിസി സ്വീകരിച്ചാൽ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർക്കൊക്കെ സ്വാഭാവികമായ ദൂഷ്യങ്ങളുണ്ടാകും. ഒട്ടിച്ചേർന്ന് ജീവിക്കുമ്പോൾ അത് കൂടുതലുണ്ടാകും. ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ആളുകൾക്ക് നല്ല അഭിപ്രായമായിരിക്കും, ഉള്ളിൽ അഭിപ്രായം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാറുക്കും ഖിയാറുക്കും ലി നിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ്